ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. UGC നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. 4 വർഷ ബിരുദം ആരംഭിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അനുവദിക്കപ്പെട്ട മുഴുവൻ അധ്യാപക തസ്തികകളും നിലനിർത്താൻ തീരുമാനം. ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകി. ഓണത്തിനു മുൻപ് സംസ്ഥാനത്ത് 1000 കെ സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 8 മണിക്ക്. വാർത്തകൾ വിശദമായി. UGC നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഈ മാസം 18-ന് നടന്ന പരീക്ഷയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂലൈ 10-ന് നടക്കും. ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ ടാങ്ക് ഒഴുക്കിൽപ്പെട്ട് 5 സൈനികർ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദൌലത്ത് ബേഗ് ഔഡെ പ്രദേശത്താണ് അപകടമുണ്ടായത്. സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി അരുവി മുറിച്ചു കടക്കുന്നതിനിടെ മിന്നൽ പ്രളയമുണ്ടാവുകയായിരുന്നു. മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അതീവ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത്ത് ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാവുന്നതാണ്. മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ പ്രാഥമിക തല മത്സരങ്ങൾ അടുത്ത മാസം 15-നുള്ളിൽ നടക്കും. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും. 4 വർഷ ബിരുദം ആരംഭിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ നിലവിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ അധ്യാപക തസ്തികകളും നിലനിർത്തും. ധനകാര്യമന്ത്രി KN ബാലഗോപാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആദ്യ ബാച്ചിന്റെ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സേവന വ്യവസ്ഥകളും തസ്തികകളും തൽസ്ഥിതി നിലനിർത്തി തുടരാനാണ് തീരുമാനം. മേജർ, മൈനർ, ഫൗണ്ടേഷൻ കോഴ്സുകൾക്കായി ഗസ്റ്റ് അധ്യാപക സേവനം ഉറപ്പാക്കാനും ചർച്ചയിൽ ധാരണയായി. പത്തനംതിട്ട ജില്ലയിൽ മഴ കുറഞ്ഞിട്ടും അപ്പർ കുട്ടനാടിന് ദുരിതമൊഴിയുന്നില്ല. വെള്ളക്കെട്ട് മാറാത്തതിനാൽ പല റോഡുകളിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വൈകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മഴ ഒഴിഞ്ഞെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ അപ്പർ കുട്ടനാട്ടിൽ ദുരിതം ഒഴിയുന്നില്ല. കിഴക്കൻ മലയോര വെള്ളം ഒഴുകിയെത്തി പാടങ്ങൾ നിറഞ്ഞ സമീപ പ്രദേശങ്ങളിലേക്കും കയറി. പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന റോഡുകളിലടക്കം വെള്ളം കയറിയതോടെ അപ്പർ കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പമ്പ, മണിമല നദികൾ നിറഞ്ഞൊഴുകിയതോടെയാണ് അപ്പർ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക കെടുതികൾ ഉണ്ടായത്. കാവുംഭാഗം ചാത്തേങ്കരി റോഡിൽ മൂവടത്തുംപടി, പെരിങ്ങര പഞ്ചായത്ത് ഓഫീസ്, കോസ്മോസ് തുടങ്ങിയ ഇടങ്ങളിലും വെള്ളം കയറി. പെരിങ്ങര പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ മേപ്രാൽ, ചാത്തേങ്കരി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഓണത്തിനു മുൻപ് സംസ്ഥാനത്ത് 1000 കെ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. കെ സ്റ്റോറുകളുടെ പ്രവർത്തനം കേരളത്തിലെ പൊതുവിതരണ മേഖലയ്ക്ക് പുതുജീവൻ നൽകിയെന്നും മന്ത്രി പറഞ്ഞു. കെ സ്റ്റോറുകളുടെ കോഴിക്കോട് മേഖലാതല അവലോകന യോഗവും ഫയൽ അദാലത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്കും വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മുന്തിയ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിൽ ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി OR കേളു പട്ടികവർഗ വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഗോത്ര സങ്കേതങ്ങളിൽ പ്രമോട്ടർമാരുടെ നിരന്തര നിരീക്ഷണം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയാമെന്ന കാര്യം ഉറപ്പാക്കി ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9ാമത് പുരുഷ ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ മൈതാനത്ത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം എന്ന നേട്ടം സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിനിറങ്ങുന്നത്. 2011 ഏകദിന ലോകകപ്പിന് ശേഷം ഒരു ലോക കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വിരമിച്ച അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ അധ്യാപക ബാങ്ക് ഉണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സേവന തൽപരരായ വിരമിച്ച അധ്യാപകർക്ക് അധ്യാപക ബാങ്കിന്റെ ഭാഗമാകാമെന്നും അവരുടെ അനുഭവ സമ്പത്തും വിജ്ഞാനവും പ്രയോജനപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അക്ഷയ കേന്ദ്രം ഫ്രണ്ട്സ് ഇവ വഴി വൈദ്യുതി ബിൽ തുക സ്വീകരിക്കുന്നത് KSEB നിർത്തലാക്കി. വൈദ്യുതി ബിൽ തുക KSEBയുടെ അക്കൌണ്ടിലെത്താൻ കാലതാമസമുണ്ടാക്കുന്നത് കാരണം ഉപഭോക്താക്കൾ നേരിട്ട് വന്ന ബുദ്ധിമുട്ടുകളും അത് സംബന്ധിച്ച പരാതികളും കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ തീരുമാനം. പൈനാവിൽ ചേർന്ന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വാഗമൺ മുട്ടക്കുന്ന അഡ്വഞ്ചർ പാർക്ക്, ഏലപ്പാറ അമ്യൂണിറ്റി സെന്റർ, പാഞ്ചാലിമേട് വ്യൂ പോയിന്റ്, പീരുമേട് അമ്യൂണിറ്റി സെന്റർ, രാമക്കൽമേട് ടൂറിസം സെന്റർ, അരുവിക്കിഴി ടൂറിസം സെന്റർ, ശ്രീനാരായണപുരം റിപ്പിൾ വാർ ഫാൾസ്, മൂന്നാർ ചിൽഡ്രൻസ് പാർക്ക്, പാറേമാവ് അമ്യൂണിറ്റി സെന്റർ, കുമളി DD ഓഫീസ് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായുമാണ് നടപടി. ടൂറിസം കേന്ദ്രങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അക്കാദമിയും കേരള സ്പേസ് പാർക്കും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ഡ്രോൺ ടെക്നോളജി, റോബോട്ടിക്സ്, IoT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇരു സ്ഥാപനങ്ങളും ചേർന്ന് പ്രവർത്തിക്കും. ടെക്നോ പാർക്കിലെ സീഡാക് ആംഫി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. തിരുവനന്തപുരം കരമന നദിയിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് വയനാട് ജില്ലാ കളക്ടർ. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായി വിവരം നൽകണം. ഉച്ചഭാഷിണി, പോലീസ്, ഫോറസ്റ്റ് സംവിധാനങ്ങൾ, പ്രാദേശിക വാർത്താ ചാനലുകൾ തുടങ്ങിയ സൌകര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 5 വരെ നീട്ടി. ജൂലൈ മാസത്തെ റേഷൻ വിതരണം 8-ാം തീയതി മുതലാകും ആരംഭിക്കുക. സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ജൂലൈ 1 പകരം 6 നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. UGC നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. 4 വർഷ ബിരുദം ആരംഭിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അനുവദിക്കപ്പെട്ട മുഴുവൻ അധ്യാപക തസ്തികകളും നിലനിർത്താൻ തീരുമാനം. ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകി. ഓണത്തിന് മുൻപ് സംസ്ഥാനത്ത് 1000 കെ സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 8 മണിക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.